ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിൻജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പഴം വരട്ടിയെടുക്കുന്നത് എങ്ങനെയെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ചെറുപഴം വരട്ടിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെറുപഴം ഏതായാലും കുഴപ്പമില്ല. ഈ എടുത്തേക്കുന്നത് പൂവമ്പഴമാണ്. ഒരു 3 കിലോയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചക്ക വരട്ടണ പോലെ വരട്ടി ശർക്കരയും കൂട്ടി വരട്ടി വെച്ചാൽ അടയുണ്ടാക്കാനോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇതുപോലെ പഴം തൊണ്ട് കളഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കുക. പഴം നന്നായിട്ട് അടിച്ചെടുത്ത് നമ്മൾ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കുറേ പഴം അടിച്ചെടുത്തു, 3 കിലോ പഴത്തോളം അടിച്ചെടുത്തു. അതിനി നമ്മൾ ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടണം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത പഴമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അടി നന്നായിട്ട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഒരു ഉരുളിയിലാണ് നമ്മളിത് അടുപ്പിൽ തീയിലാണ് വെച്ചേക്കുന്നത്. ഗ്യാസിലല്ല കേട്ടോ. ഗ്യാസിലാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് തീയിലാണ് വെച്ചത്. ഗ്യാസിൽ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ അടുപ്പത്താണ് വെച്ചേക്കുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ നമുക്ക് ഇളക്കാനും ഒക്കെ സുഖമുണ്ട് അടുപ്പിലാകുമ്പോൾ. തീയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 3 കിലോയോളം ഉണ്ട് ഈ പഴം. 3 കിലോയോളം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നതാണ്. അത് അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഏത് പഴം, ചെറുപഴത്തിൽ ഏത് പഴം എടുക്കാം. ഞാൻ പൂവമ്പഴമാണ് എടുത്തേക്കുന്നത്. ഏത് പഴമായാലും കുഴപ്പമില്ല. ഇനി ഇതൊരു വിധം നന്നായിട്ട് അടി പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരുവിധം വേവായി കഴിയുമ്പോഴാണ്, ഒരുവിധം അങ്ങ് പച്ചപ്പ് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റി തുടങ്ങുമ്പോൾ ഇനി ഈ വരട്ടണയിലേക്ക് നമ്മൾ 2 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലത്തെ സ്പൂണിന് 2 സ്പൂൺ നെയ്യ്. നമുക്ക് അടി പിടിക്കുകയില്ല, ടേസ്റ്റും കിട്ടും. ഇനി അടുത്തത് ഈ പഴം ഒരുവിധം വേവായി തുടങ്ങി, അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി തുടങ്ങി. ഇനി നമ്മളൊരു 1.5 ഉണ്ടിയോളം ശർക്കര നമ്മൾ പൊടിച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ഇളക്കിക്കൊണ്ടും ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ ശരിക്കും അടി ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കൽ നിർത്തരുത്, അങ്ങനെയാണെങ്കിൽ അടി പിടിക്കുകയും കരിയുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ഈ ശർക്കരയുടെ വെള്ളം നന്നായിട്ട് വറ്റി, ഈ പഴത്തിൻ്റെ വെള്ളം വറ്റി നന്നായിട്ട് വരണ്ട് ചക്ക വരട്ടിയ പോലെ വരുമ്പോഴാണ് വാങ്ങാവുള്ളൂ. അതേ നല്ല ബ്രൗൺ കളർ, ഒരു കറുത്ത കളർ പോലത്തെ ബ്രൗൺ കളറാകുമ്പോഴാണ് ഇത് വാങ്ങേണ്ടത്. നമ്മൾ അടിച്ചു കൊടുത്ത പഴം ഒരു 3/4 മണിക്കൂറോളം നമ്മളിതുപോലെ അടിയിൽ പിടിക്കാതെ ഇളക്കി ഈ ഒരു നല്ല ബ്ലാക്കും അല്ലാത്തൊരു കളറിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി അടി പിടിക്കാതെ വരണ്ട് വന്നിട്ടുണ്ട്. 3/4 മണിക്കൂറോളം കറക്റ്റ് വേണം, എങ്കിലാണത് വെള്ളമൊക്കെ വറ്റി ശരിയാവുള്ളൂ. ഇനി നമ്മൾ തണുത്ത് കഴിയുമ്പം ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അടയുണ്ടാക്കുകയോ അരിപ്പൊടി ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയോ ചെയ്യാം. സൂപ്പറായിരിക്കും. ഇത് അടയുണ്ടാക്കാനും ഉണ്ണിയപ്പത്തിന് മാത്രമല്ല, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല സ്വാദുള്ള ഒരു പഴം കൊണ്ട് വരട്ടിയൊരു പലഹാരമാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.